പിന്നെ ചില ഡീലുകളൊക്കെ നടക്കുന്നുണ്ട്, അതും നിങ്ങൾക്ക് അറിയാം. പിന്നെ CC മുകുന്ദൻ, അദ്ദേഹം സിറ്റിംഗ് MLA ആയിരുന്നു. ചെറിയൊരു മാറ്റം, വലിയ മാറ്റമൊന്നുമില്ല. BJP ആണ്, രണ്ടും ഒരുപോലത്തൊക്കെ തന്നെ ആയിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം S രാജേന്ദ്രൻ, അതിപ്പം BJPയിലായിരുന്നു, അദ്ദേഹം ഒപ്പുണ്ട്. പിന്നെ നമ്മുടെ അജിത്ത് വൈക്കം, നമ്മുടെ കൂടെ സഭയിലുണ്ടായിരുന്ന അജിത്ത് വൈക്കം, അദ്ദേഹം ഇപ്പൊ BJPക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ആയിഷ പോറ്റിയും PV അൻവറും ഒക്കെ എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ബഹുമാന്യനായ ഉത്തമ കമ്മ്യൂണിസ്റ്റായ G സുധാകരൻ പറഞ്ഞിരിക്കുന്നില്ല, മുതലാളി മറ്റിടന്ന് ജയിക്കാൻ കാരണം അവിടെ ധർമ്മടായതുകൊണ്ട് മാത്രമാണെന്ന് G സുധാകരനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുക. അപ്പൊ ഞങ്ങളുടെ നേരെ മാത്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ സർക്കാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇടക്കൊന്ന് അവരുടെ കുഴപ്പങ്ങളിലേക്ക് കൂടെ തിരിക്കണം എന്നുള്ളത് ബഹുമാന്യരായ മാധ്യമപ്രവർത്തകരോടും പറയാം. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വൈകിയപ്പോൾ ആകെ ബഹളമായിരുന്നു. കോൺഗ്രസ് ഇനി മത്സരിക്കുന്നില്ലേ, ഇറങ്ങുന്നില്ലേ, ഇത് വരുമോ, ഇന്നാണോ നാളെയാണോ? മറ്റേ ചില സഖാക്കളൊക്കെ മറ്റേ പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു, മറ്റേ കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞ ആ കട്ട വെയിറ്റിംഗ് ഒക്കെ പിന്നെ ഇവരുടെ സ്ഥാനാർത്ഥി പട്ടിക കൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി അവർ നടത്തേണ്ടി വന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മറച്ചു വെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. അതിലൊന്നും ഫോക്കസ് ചെയ്യരുത്. ജനകീയ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യണം. ജനങ്ങൾക്ക് മോചനം വേണം, ഈ ഗുണ്ടാ ഭരണത്തിൽ നിന്ന് മോചനം വേണം. അത് സാധ്യമാക്കാൻ കൊടുവള്ളി മുമ്പേ നടക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ. ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്, സഹപ്രവർത്തകന് ഞാൻ പറയുന്നു, അഭിമാനത്തോടെ യുവജന രാഷ്ട്രീയ രംഗത്ത് ഇടതടവുകളില്ലാതെ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും വേണ്ടി പൊരുതിയത്. ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരോടും പറയുന്നു, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ സകല യോഗ്യതകൾക്കും അപ്പുറത്തേക്ക് മന്ത്രി ബന്ധുക്കളെ തിരികെ കയറ്റാൻ ഗവൺമെന്റ് ബോധപൂർവം ശ്രമിച്ചപ്പോ അതിനെ തടഞ്ഞു മെറിറ്റുള്ളവൻ അത് കൊടുക്കണമെന്ന് ആർജവത്തോടെ പറഞ്ഞ നേതാവാണ് കൊടുവള്ളിയുടെ സാരഥി. MLA ആയി വരേണ്ടത് അത് ഇവിടുത്തെ യുവജനങ്ങൾ കൂടെ നിർബന്ധമായും ഏറ്റെടുക്കും, ഓർക്കുമെന്നും പ്രതീക്ഷയോടെ എല്ലാ വിജയാശംസകളും നേരുന്നു. MLA ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. രാഘവേട്ട, രാഘവേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. കടലാസങ്ങളാണ്.